Hi all, this is Abhay from Propwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Propwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹലോ ഓൾ, വെൽക്കം ടു പ്രിപ്പൈസ്. CUET BEdല് നമ്മുടെ എൻട്രൻസ് എക്സാമിന് കഴിഞ്ഞ വർഷത്തിൽ നടന്നിട്ടുള്ള 2023 നടന്നിട്ടുള്ള എൻട്രൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് ആവണം എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു കടമ്പയാണ് BEd എന്ന് പറയുന്നത്. അപ്പൊ BEdലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ രാജ്യത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന BEdകളിലേക്കുള്ള എൻട്രൻസ് ആണ്, അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനുകൾ നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള BEd എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും, അതുപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ഡീപ്പായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിരിക്കണം എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ഈ ഒരു BEd കോഴ്സിന്റെ BEd എൻട്രൻസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് CUET എക്സാമിൽ വരുന്ന സമയത്ത് 2 പാസേജ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ പാസേജ് ക്വസ്റ്റ്യൻസ് പഠിച്ച ആളുകളെ സംബന്ധിച്ച് അറിയാം, ഒരു പാസേജും അതിനോട് സംബന്ധിച്ച 5 ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടായിരിക്കുക. അത്തരത്തിലുള്ള 2 സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് CUET BEd നിങ്ങൾക്ക് ചോദിക്കുന്നത്. അപ്പൊ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഈ ഒരു പാസേജുമായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു പരിചയവും ഇല്ലാത്ത, നമ്മുടെ ഒരു ഫാക്ച്വൽ എമെന്റോ ഒന്നും തന്നെ പഠിക്കാത്ത തരത്തിലുള്ള പാസേജുകളായിരിക്കും എന്തായിട്ട് തന്നിട്ടുണ്ടാവുക, നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നിട്ടുണ്ടാവുക. ആ ഒരു പാസേജ് നമ്മൾ വായിച്ചതിന് ശേഷം അതിൽ നിന്നാണ് നമ്മൾ ഉത്തരങ്ങൾ അഡാപ്റ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ ഉത്തരങ്ങൾ എടുക്കുന്ന സമയത്ത് ആദ്യത്തെ 1-2 ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് എഫേർട്ട് എടുത്ത് വായിക്കേണ്ടി വരും. അതായത് ഫാസ്റ്റ് ആയിട്ട് വായിച്ച് പഠിക്കേണ്ടി വരും. അതിനുശേഷം പിന്നീട് നമ്മൾ ആ ഒരു പാരഗ്രാഫ് എന്താണെന്ന് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിനു ശേഷം പാരഗ്രാഫ് മൊത്തം ഒന്ന് വായിക്കുക. ഞാൻ ഇനി ഈ പാരഗ്രാഫ് വായിക്കില്ല, ഡയറക്റ്റ് ആയിട്ട് ആൻസേഴ്സിലേക്ക് പോവുകയായിരിക്കും ചെയ്യുക. അപ്പൊ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്യുക, അതിനുശേഷം പാരഗ്രാഫ് വായിക്കുക. റീഡിംഗ് കോംപ്രഹെൻഷന്റെ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ആണ്. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു പാഠത്തിലുള്ളതോ അല്ലെങ്കിൽ ഒരു യാതൊരു തരത്തിൽ ബന്ധമുള്ള ഭാഗങ്ങളിൽ നിന്നല്ല റീഡിംഗ് കോംപ്രഹെൻഷനിലെ പാരഗ്രാഫ് വരുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും ആളുകൾക്ക് അത്രയും പെട്ടെന്ന് നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷനിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. കോംപ്രഹെൻഷൻസ് തരുന്നത് നമ്മുടെ റീഡിംഗ് എബിലിറ്റിനെയും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് എബിലിറ്റിനെയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ടു മേക്ക് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ എ റിക്വയർമെന്റ് ഓഫ് സയൻസ് സ്റ്റഡി. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് വായിച്ചു നോക്കാം. Acceptance of the idea is needed. A court order is needed. A disciplinary teacher is needed. A collection of books is needed. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് തന്നെ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, The court has made this section of animals optional for biology students. I wonder if another court order can be sought to make observation of nature a requirement for science study. ഇപ്പൊ സയൻസ് സ്റ്റഡീസിന്റെ ഒരു റിക്വയർമെന്റ് ആയിട്ട് എന്ത് വെച്ചിട്ടുണ്ട്? ഒരു കോർട്ട് ഓർഡറിന് വെച്ചിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ B ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. എ കോർട്ട് ഓർഡർ ഈസ് നീഡഡ് ടു മേക്ക് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ എ റിക്വയർമെന്റ് ഫോർ സയൻസ് സ്റ്റഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇഫ് എ ടീച്ചർ യൂസസ് ബുക്ക് അതർ ദാൻ ടെക്സ്റ്റ് ബുക്ക് ഇൻ ദ ക്ലാസ്, ഹിസ് ഓർ ഹെർ എഫേർട്ട് വിൽ make the burden on children to connect things in their mind, give an opportunity of leisurely and free learning, and create fortune for students to get more books and give rise to make remarkable fixation about this textbooks. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ഒരു കീവേഡ് കണ്ടുപിടിക്കാം. ടീച്ചർ യൂസസ് ബുക്സ് അതർ ദാൻ ദ ടെക്സ്റ്റ് ബുക്ക് ഇൻ ദ ക്ലാസ്. ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കിന് കൂടുതൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരുന്നു? അപ്പം അതുമായി ബന്ധപ്പെട്ട് പാരഗ്രാഫിൽ എന്താണ് കൊടുത്തതെന്ന് നോക്കാം. ബുക്സ് വിച്ച് ആർ നോട്ട് ഫോർച്യൂൺ ഇനഫ് ടു ഗെയിൻ ദ സ്റ്റാറ്റസ് ഓഫ് ടെക്സ്റ്റ് ബുക്സ് മീനിങ് നത്തിങ് ഇൻ അവർ സിസ്റ്റം. അതർവൈസ് എ remarkable book on trees written by Chakravarti S. Venkatesh would have made an impact. The kind of leisure it demands. So give an opportunity of leisurely and
ഫ്രീ ലേണിംഗ്. അപ്പൊ നമ്മൾ മറ്റു ബുക്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലെഷർലി ഉള്ള ഒരു ലേണിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഈ പാരഗ്രാഫ് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നതിനനുസരിച്ച് ഈ പാരഗ്രാഫ് നമ്മൾക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നത്. Then the next question, a good learning opportunity should provide an opportunity of free and relaxed investigation and observation, a cursory with worldwide coverage of every topic and fact, a prioritized opportunity of group discipline and curiosity, and experience of worldwide investigation and obsession. അപ്പോൾ എ ഗുഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പൊ ഈ പാരഗ്രാഫ് മൊത്തം വായിച്ച ആളുകൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട്, our children of course never get this kind of opportunity or training. A visit to the zoo means everything. അപ്പൊ അവരൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ മാറ്റം വരുത്തി ഒരു ഡയറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നേരിട്ട് പോയി കണ്ടുപഠിക്കുന്ന മെത്തേഡിലേക്ക് വന്നു. ജസ്റ്റ് ആസ് സിമ്പിൾ syllabi provide a cursory worldwide coverage of every topic and fact. A group of children was rushing past the photo exhibition at the Sampati Ashram. Two boys managed to stop at a picture for a few minutes, noticing something unusual in it. As I watched in horror, one of these teachers came back looking for the boys, and the first thing she did on the finding them was to slap and scold them for staying behind. Anyone who has around school corridors would know that teachers give priority to maintaining group discipline or appreciating individual effort. അപ്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് കൊടുക്കുന്നത് എന്താണ്? റിലാക്സ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടും പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 29th ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് 26, 27, 28 മുതൽ എന്താണ് വരുന്നത്? നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ദെൻ ഈ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, children whose entire knowledge of nature come from books, the background and a few laboratory experiments along with the computer monitor, their understanding of nature is. സെയിം പാരഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഇവര് ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? A student can get through school with shining success without developing the ability to notice details in nature phenomena. There are children whose entire knowledge of nature come from books, the background and a few laboratory experiments. In the case of some, we can add a computer monitor. I wish the science syllabus might include a reading of the King Nimbus delightful classic on animal behavior and general and background, a collection of essays by the L.M. Krishnan. It is a pity our children get no taste of the pleasure. Then ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ they divide of pleasure. ഇങ്ങനെ ആവുന്നതിലൂടെ അവർക്ക് എന്താണ്, അവരുടെ പ്ലഷർ നഷ്ടപ്പെടുകയാണ്. അപ്പം they get no taste of pleasure, that is divide of pleasure. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു പാസേജുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ടോക്കിയോ സൂ ഇൻസിഡന്റ് ഡിസ്ക്രൈബ് ബൈ ദ ഓഥർ, ദ ചിൽഡ്രൻ ലേൺ ടു ബി സെൻസിറ്റീവ് ടു അനിമൽസ് ആൻഡ് കോൺഷ്യസ് അബൌട്ട് ദെയർ ബോഡി പാർട്സ്, ബി proficient in animal studies and zoo-related behavior, observe animal behavior and form and make comparison, give respect to animals by spending time in the zoo. അപ്പം എന്താണ് ഇവർ ആ ഒരു സൂവിൽ സ്പെൻഡ് ചെയ്തതിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇപ്പോൾ മീറ്റിംഗ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ഔട്ട്സൈഡ് ദ വോൾഫ് കോമ്പൗണ്ട് ഇൻ ദ ടോക്കിയോ സൂ. സെവറൽ hours later, I noticed the children and their teacher still busy with the wolf. They had spent a day watching every part and behavior of the wolf. അപ്പോൾ they were taking notes and comparing their observation with those given in the books they are carrying. ഇപ്പൊ ടോക്കിയോ സൂവിൽ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ഇൻസിഡന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ പോയ സമയത്ത് സ്റ്റുഡൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്? ഒബ്സർവ് അനിമൽ ബിഹേവിയർ ആൻഡ് ഫോം ആൻഡ് മേക്ക് കമ്പാരിസൺ. ഇപ്പൊ അനിമലിന്റെ ബിഹേവിയർ നോക്കി കണ്ട് മനസ്സിലാക്കി കമ്പാരിസൺ നടത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് എന്തുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് സെറ്റ്
സെറ്റ് ഓഫ് പാസേജുമായിട്ട് ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ്. ഈ 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസറും ഒളിഞ്ഞിരിക്കുന്നത് ഏതിൽ തന്നെയാണ്? നമ്മുടെ പാസേജിൽ തന്നെയാണ്. അപ്പൊ ഇനി അടുത്തൊരു പാസേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ BEdന്റെ എക്സാം എഴുതുന്നത് കൊണ്ട് തന്നെ ഇത് ടീച്ചിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം എന്ത് കാണുക, വായിക്കുക, പാസേജ് ഒന്ന് വായിക്കുക. സോ ക്വസ്റ്റ്യൻ ഇതാണ്: The students were talking a lot in the class. Which word describes the teacher best? The students were talking a lot in this class. അപ്പൊ ഇതൊരു ക്ലാസ് റൂം സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ കുട്ടികളെ മൊത്തം നന്നായിട്ട് ഡിസ്കഷനിലും മറ്റും എൻഗേജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടീച്ചറിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഏത് തരത്തിലുള്ള ടീച്ചറാണ്? അൺപ്ലാൻഡ് ആണോ, ടോക്കേറ്റീവ് ആയിട്ടുള്ളതാണോ, ഡെമോക്രാറ്റിക് ആണോ, പ്ലസന്റ് ആണോ? അപ്പൊ ഈ പാരഗ്രാഫ് മൊത്തം വായിച്ചു കഴിയുന്ന സമയത്ത് മനസ്സിലാവും ഇതിലുള്ള ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികൾക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവരുടെ എല്ലാവരുടെയും ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. സോ ടീച്ചർ എന്ന് പറയുന്നത് അൺപ്ലാൻഡ് അല്ല. അൺപ്ലാൻഡ് ആണെങ്കിൽ എന്താ, ക്ലാസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടോ. ദെൻ ടോക്കേറ്റീവ് ആയിട്ടുള്ള ടീച്ചർ അല്ല, പകരം ഡെമോക്രാറ്റിക് ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ഓപ്പർച്യൂണിറ്റീസ് ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടീച്ചർ ആസ് എ ഡെമോക്രാറ്റിക് പേഴ്സൺ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ പാരഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് ബൈ അഡ്രസ്സിംഗ് ഡസ്റ്റ്, എയർ, സൗണ്ട് ആൻഡ് ദ സൺലൈറ്റ് ആസ് ലോങ് ഡിസ്റ്റൻസ് പാർട്ടിസിപ്പൻസ് ദ ടീച്ചർ entertained his students, expanded his students' thought, cheered up his students, reduced the shame of coming late. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റും. അവര് പറയുന്നുണ്ട് ദൂരെ നിന്ന് വരുന്നത് ആരൊക്കെയാണ്, ഡസ്റ്റ്, എയർ, സൗണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ടീച്ചർ നമ്മളൊരു ടോപ്പിക് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇത് ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തോട്ടിനെ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ തോട്ടിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആൻസർ ഇസ് ബി ആണ്. ടീച്ചർ എന്തിനു വേണ്ടിയിട്ടാണ് അവിടുത്തെ ഡസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടെ ഒരു മൈന വന്നിട്ടുണ്ട്, ഒരു മൈന അവരുടെ ഫാനിൽ വന്നിരുന്നിട്ടുണ്ട്, അതിന്റെ തോട്ട് വെച്ചിട്ട് ആ ചെറിയ നാരോയിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. അപ്പൊ അത് ടീച്ചർ ചെയ്യുന്നത് കുട്ടികളുടെ തോട്ട് പ്രോസസ് എക്സ്പാൻഡ് ചെയ്യിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഈ ഒരു പാസേജുമായിട്ട് ബന്ധപ്പെട്ട തേർഡ് ക്വസ്റ്റ്യൻ. ദ ടീച്ചർ ഓപ്പൺ ദ ഡിസ്കഷൻ ഓൺ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂട്ടേഴ്സ് by asking about the മൈന. This shows his ability to. ആ ടീച്ചർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് മൈനയായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിൽ നിന്ന് ഒരു ചെറിയ ടോപ്പിക്കിൽ നിന്ന് മാറ്റി ടീച്ചർ ചോദിക്കുന്നത് ആ ടീച്ചറിന്റെ എന്ത് ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. Ask multiple questions about long distance commuters. Help children arrive at the correct answer to his questions. Utilize unexpected learning opportunities in the classroom and use birds as a teaching learning material. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് വായിക്കുന്നവർക്ക് ടീച്ചർ എന്തല്ല മാനിപ്പുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടീച്ചർ പ്രീ പ്ലാൻഡ് ആയിട്ട് അവിടെ കൊണ്ടുവച്ച ഒരു ബേർഡ് അല്ലായിരുന്നു അത് അവിടെ വന്നിരുന്നു. പിന്നെ ടോക്കും കാര്യങ്ങളും പഠിപ്പിക്കുന്നതും കുട്ടികളുടെ ഡിസ്കഷനും ഒക്കെ ബേസ് ചെയ്യുന്നത് ആ ഒരു ബേർഡിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് അവിടെ അൺഎക്സ്പെക്ടഡ്ലി വരുന്നത്. യൂട്ടിലൈസ് അൺഎക്സ്പെക്ടഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ക്ലാസ് റൂം. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ചില ഇവന്റ്സ് ഒക്കെ സംഭവിക്കും. അപ്പൊ നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ ക്ലാസ് എടുത്ത് പോകല്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അതിലേക്കും കൂടി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ടോപ്പിക്കുകളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. സോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ടീച്ചർ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The teacher repeatedly asked children to think of more long distance commuters. Which of the following describes the teacher's approach more appropriately? ടീച്ചർ വീണ്ടും കുട്ടികളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട്. That is asking several questions, making students think, not satisfied by answers, not responding to students' questions. അപ്പൊ ടീച്ചർ വീണ്ടും അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളോട് വീണ്ടും ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ കുട്ടികൾ പറഞ്ഞ ഉത്തരത്തിൽ സാറ്റിസ്ഫൈഡ് ആവാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ കുട്ടികൾ ചോദിക്കുന്ന ഉത്തരത്തിന് റെസ്പോണ്ട് ചെയ്യാത്തതല്ല. കുട്ടികളെ കൊണ്ട് കൂടുതൽ ചിന്തിപ്പിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്തായിരിക്കണം? കുട്ടികൾ തരുന്ന റിപ്ലൈസിൽ നിന്നായിരിക്കണം. അതായത് അവര് തന്നുകൊണ്ടിരിക്കുന്ന ആൻസേഴ്സുകളിലൂടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളും മുന്നോട്ട് മൂവ് ചെയ്യുന്നത്.
അപ്പൊ നിങ്ങൾ ബി എഡിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ലെസൺ പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരു ക്ലാസ് സ്കിൽ ഓഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതിൽ വരുന്നതാണ് ഇത്. ഈ ഒരു പാരഗ്രാഫ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ആയിരുന്നു. ഫസ്റ്റത്തെ പാരഗ്രാഫിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി സിമ്പിൾ ആയിട്ടുള്ള പാരഗ്രാഫ് ആയിരുന്നു. Then last question, ഈ ഒരു പാരഗ്രാഫുമായി ബന്ധപ്പെട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The children asked several questions in the class. Which of the following best describe children's attitude? കുട്ടികൾ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതെന്തിനെയാണ്, കുട്ടികളുടെ എന്ത് ആറ്റിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്? പാർട്ടിസിപ്പേറ്ററി, ബോധേഴ്സം, ഹൈപ്പർ ആക്റ്റീവ്, നോട്ടി. കുട്ടികൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ക്ലാസ് റൂം എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. സോ കുട്ടികളുടെ ഏത് ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? പാർട്ടിസിപ്പേറ്ററി ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ നമ്മളിപ്പോ 2 സെറ്റ് റീഡിംഗ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സാമിന് വരുന്ന സമയത്തിന്റെ ഒരു മേജർ പോർഷൻ നമ്മൾ ഉപയോഗിക്കുക റീഡിംഗ് കോംപ്രഹെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഒരു 5 ക്വസ്റ്റ്യൻ ശരിയാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടല്ല റീഡിംഗ് കോംപ്രഹെൻഷൻ ചെയ്യുന്നത്. ഒരു പാരഗ്രാഫ് വായിക്കുകയും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചെയ്യുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പെർസെന്റേജ് ഇപ്പം എക്സാമിലേക്ക് നല്ലൊരു പെർസെന്റേജ് നമ്മുടെ ടോട്ടൽ സ്കോറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുകയാണ് വേണ്ടത്. അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ എങ്കിലും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫാസ്റ്റ് ആയിട്ട് വായിക്കാനും ഫാസ്റ്റ് ആയിട്ട് ഉത്തരങ്ങൾ കണ്ടെത്താനും പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ ഭാഗത്ത് നിന്നുള്ള സ്കോർസ് കിട്ടും. ഇനി നമുക്ക് ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അടുത്ത ഓരോ പെഡഗോജിയിൽ നിന്നും, അതായത് നിങ്ങളുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ഡാറ്റ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. It is important for the teacher to know that there is an anemia problem in the country. Dash of women aged 15 to 49 and dash of men aged 15 to 49 are anemic, out of which a significant number is of boys and girls enrolled in secondary school. Secondary school join ചെയ്യുന്നത് NFHS 5, that is National ഫാമിലി ഹെൽത്ത് സർവേ. ഇതിന്റെ പ്രകാരം അനീമിക് ആയിട്ടുള്ള ആളുകളുടെ ഡാറ്റയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് പ്യൂർലി ഡാറ്റ ബേസ്ഡ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ആ ഒരു പാസേജ് മാത്രം വെച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇത് കുറച്ചുകൂടി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് ഡാറ്റ അറിയുന്ന ആളുകൾക്കായിരിക്കും ഇതിലേക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോകാൻ പറ്റും. അനീമിയ വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ്. അപ്പൊ ഈ ഒരു ഡാറ്റ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, 15 to 49 ഇടയിലുള്ള അനീമിക് പോപ്പുലേഷൻ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ അനീമിയന്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, അനീമിയ കൂടുതലും ആർക്കാണ്, വിമൻ ആണ്. അത് ആ അസുഖം കൂടുതൽ ബാധിക്കുന്നത് ലേഡീസ് അല്ലെങ്കിൽ വിമനിലാണ്. 57% ഫീമെയിലും അതുപോലെ തന്നെ 25% മെന്നിലുമാണ് അനീമിയ കണ്ടുവരുന്നത്. പക്ക ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമാമി ഗംഗയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടത്തെ തന്നിട്ടുള്ള ഈ ഒരു ടേം ആണ്, നോട്ട് റിലേറ്റഡ്. നോട്ട് റിലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ബാക്കിയെല്ലാം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഇതുമായി ബന്ധമില്ലാത്തത് മാത്രമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ ആ ടേം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻ പോലും തെറ്റുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ഇപ്പൊ ചോദ്യം ഒന്ന് വായിക്കാം. വിച്ച് വൺ ഇസ് നോട്ട് റിലേറ്റഡ് ടു നമാമി ഗംഗ? This is a flagship program of the Union government. This program is started in June 2014 and the objectives of this program are the effective abatement of pollution, conservation and regeneration of the river Ganga. This program will be stretched further to conservation and purification of river Yamuna also. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് എന്നാണ്. ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. കാരണം ഇതിൽ നമാമി ഗംഗ പ്രൊജക്ട് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്? ഗംഗയുടെ റീജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഗംഗ ക്ലീൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 2014 ജൂണിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു. നമാമി ഗംഗ ഇസ് എ ഇന്റഗ്രേറ്റഡ് കൺസർവേഷൻ മിഷൻ approved as a flagship program by the Union government in the year June 2014. It's a budget outlay of 20,000 crore to accomplish the
twin objective of abatement of pollution, conservation and rejuvenation of river Ganga. അപ്പം ഇത് പൊല്യൂഷൻ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഗംഗനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫാക്ട് ഓറിയന്റഡ് ആയിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ടുള്ള നോട്ട് ഇൻക്ലൂഡഡ് എന്നാണ്. അപ്പൊ ആ നോട്ട് എന്നുള്ള ഭാഗം കൃത്യമായിട്ട് കണ്ടാൽ മാത്രമേ ഉള്ളൂ ശരി ഉത്തരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ. Then next question is, performing in a show teaches a learner how to take criticism and apply it. As a result, it may teach them to be humble, critical, smart, egoistical. അപ്പൊ ഇത് നമ്മള് ബി.എഡ് ബി.എഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറബ് പരീക്ഷ എന്നതുപോലെ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം, ഒരു ക്രിറ്റിസിസത്തിനെ നമ്മൾ എങ്ങനെ എടുക്കണം. ക്രിറ്റിസിസം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്താണ്, നമ്മളെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിറ്റിസിസത്തിനെ നമ്മൾ കാണേണ്ടത്. സോ ക്രിറ്റിസിസം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താണ്, കൂടുതൽ ഹംബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുക, ഒന്നുകൂടി, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആവാതെ. അതായത് നമ്മൾ ഒരു തവണ നമുക്ക് ക്രിറ്റിസിസം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഹംബിൾ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. യൂണിറ്റിന്റെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അറിയാം മിക്സ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ മാത്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി ചെയ്യാനുള്ളത്. ദ റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ is 4:1 and the area is 64 centimeter square, then what will be the value of length and breadth of the rectangle? റെക്ടാംഗിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, L×B ആണ്. L×B ആണ് എന്ത്, റെക്ടാംഗിളിന്റെ ഏരിയ. ഇപ്പൊ റെക്ടാംഗിൾ ഇവിടെ തന്നിട്ടുള്ളതിൽ എന്താണ് 4:1 ആണ് എന്ത്, റെക്ടാംഗിളിന്റെ സൈഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 4x ആണ്, അതുപോലെ തന്നെ 1x ആണ്. ഇപ്പൊ സൈഡ്സിന്റെ റേഷ്യോ തന്നു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് രണ്ട് കോമ്പിനേഷൻ ആണ്. റേഷ്യോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, 4:1 ആണ് സൈഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, 4x:1x ആണ് ഇതിന്റെ സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മൾട്ടിപ്പിൾ ചെയ്താൽ 4x×1x is equal to 64 cm². That is 4x² is equal to 64. x² is equal to 64/4. That is equal 16. x is equal to 4. That is 16 എന്ത് ഇരിക്കേണ്ടി വരും, x² is equal to ആണെന്ത്, x² is equal to 16. So x is equal to √16 equals 4. 4 ആയിരിക്കും എക്സിന്റെ വാല്യൂ ആയിട്ട് വരും. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്രയാണ്. ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ലെങ്ത് 4ഉം ബ്രെഡ്ത്ത് 1ഉം ആണ്. അതുകൊണ്ട് തന്നെ ലെങ്ത് എന്തായിരിക്കും 4×1ഉം ബ്രെഡ്ത്ത് 4×4, കാരണം എക്സ് വാല്യൂ 4x ആയിരിക്കും എന്തായിട്ട് വരിക, ലെങ്ത് ആയിട്ട് വരിക. എക്സ് വാല്യൂ ഇവിടെ എത്രയാണ് 4 ആണ്. സോ 4×4 ആയിരിക്കും, ദാറ്റ് ഈസ് 16 ആയിരിക്കും ലെങ്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4×1 ആയിരിക്കും, ദാറ്റ് ഈസ് 4. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് മാറിപ്പോയതാണ്, ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഒരു മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഗിവൻ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്, വൺ ലേബിൾഡ് ആസ് അസേർഷൻ ആൻഡ് ദ അനദർ വൺ ലേബിൾഡ് ആസ് റീസൺ. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അസേർഷൻ റീസണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് നമ്മൾ ഏതൊക്കെയാണ് ശരി അതുപോലെ തന്നെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് സെലക്ട് ചെയ്യാനാണ് ഉണ്ടാവാറുള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, 2 + 2 = 4. റൈറ്റ്, നമുക്കറിയാം 2ഉം 2ഉം കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാനില്ല, രണ്ടും കൂട്ടി ഓപ്ഷൻ ശരിയാണ്. Then the sum of 2 positive integers is a positive integer. 2 പോസിറ്റീവ് ഇന്റീജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്താ കിട്ടുക, ഒരു പോസിറ്റീവ് ഇന്റീജർ തന്നെയാണ് കിട്ടുക. അതുകൊണ്ടാണ് രണ്ടും കൂട്ടിയപ്പോ എത്ര കിട്ടിയത്, 4 കിട്ടിയത്. അപ്പൊ ഇത് രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതുപോലെ തന്നെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ എ ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. 2 ശരിയുത്തരാണ്, അലോങ് വിത്ത് ദാറ്റ് 2ഉം ശരിയുത്തരവുമാണ്, അതുപോലെ തന്നെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, യു ആൻ അപ്ഡേറ്റഡ് ദി ഡിക്ലറേഷൻ ഓഫ്
UN adopted the Declaration of Human Rights in യുഎന്റെ ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ നടന്നിട്ടുള്ളത് എന്നാണ്. ഡേറ്റ് നമുക്കറിയാം അല്ലെ, ഡിസംബർ 10 ഏത് വർഷമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1948 എന്ത് നടന്നിട്ടുള്ളത്, യുഎന്റെ ഡിക്ലറേഷൻ, അതായത് ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ നടന്നിട്ടുള്ളത്. The Universal Declaration of Human Rights is a milestone document in the history of human rights, drafted by representatives with different legal and cultural background from all regions of the world. The declaration was proclaimed by the United Nations General Assembly in Paris on 10th December 1948. ഡിക്ലറേഷൻ നടന്നിട്ടുള്ളത് 10th December 1948 അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. Then അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, the state of the world children report is published by. ചിൽഡ്രൻ റിപ്പോർട്ട് ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? യുനെസ്കോ ആണോ, യുനിസെഫ് ആണോ, UNIDO ആണോ, UPU ആണോ? യുനിസെഫ് ആണ് കേട്ടോ. യുനിസെഫ് ആണ് എന്ത് നടത്തുന്നത്, ഈ ചിൽഡ്രൻ റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. യുനിസെഫ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട് ആണ്. അവരാണ് എന്ത് കാര്യങ്ങളൊക്കെ നടത്തുന്നത്, ഇത്തരത്തിലുള്ള ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. Then what is the median of a given data ആണ് ചോദിച്ചിട്ടുള്ളത്. മീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ മോസ്റ്റ് വാല്യൂ ആണ്, ഏറ്റവും സെന്ററിൽ വരുന്ന വാല്യൂവിനാണ് മീഡിയൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ കുറച്ച് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാൻ എന്ത് മാത്രമേ ഉള്ളൂ, ഈ ഒബ്സർവേഷൻ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. നമുക്ക് തൽക്കാലം അസെൻഡിങ് ഓർഡറിൽ എഴുതാം, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. 0, 2, 3, 4, 5, 8, 13. Total observation 1, 2, 3, 4, 5, 6, 7. So മിഡിലുള്ള n+1/2th ഐറ്റം ആയിരിക്കും മീഡിയൻ ആയിട്ട് വരിക. 1, 2, 3, 4, 5, 6, 7 ആയതുകൊണ്ട് 7+1/2 സമം 8/2 സമം 4. ഫോർത്ത് ഐറ്റം ആയിരിക്കും എന്തായിട്ട് വരിക, മീഡിയൻ ആയിട്ട് വരിക. 1, 2, 3, 4. 4 ആയിരിക്കും എന്തായിരിക്കുക, മീഡിയൻ വാല്യൂ ആയിട്ട് വരിക. നാലാമത്തെ വാല്യൂ, അതായത് ഇവിടെ നമുക്ക് 4 എന്ന് വന്നതേ ഉള്ളൂ, ശരിക്കും എന്താണ് നാലാമത്തെ പൊസിഷനിൽ വരുന്ന വാല്യൂ ഏതാണോ അതാണ് എന്തായിട്ട് വരിക, മീഡിയൻ ആയിട്ട് വരിക. ഈ ഒരു ക്വസ്റ്റ്യനിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് എന്ത് സംഭവിച്ചു, രണ്ടും, അതായത് 4 തന്നെയായി, നാലാമത്തെ വാല്യൂ 1 മാത്രമേ ഉള്ളൂ. സോ ആൻസർ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തത് ഒരു മാത്സ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. ഇഫ് ഇന്റീജർ 3 ഈസ് ഓഡ്, then its square g is also odd. 3 എന്ന ഇന്റീജർ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ആ ഓഡ് നമ്പറിന്റെ സ്ക്വയർ വാല്യൂ ഓഡ് ആയിരിക്കും. കാരണം നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇന്റീജർ എടുത്തു നോക്കാം, ജസ്റ്റ് അത് പറഞ്ഞതിന് ശേഷം നമുക്ക് വരാം. ഏതെങ്കിലും ഒരു ഇന്റീജർ എടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ 3. 3ന്റെ സ്ക്വയർ എത്രയാണ് 9. 7ന്റെ സ്ക്വയർ എത്രയാണ് 49. 11ന്റെ സ്ക്വയർ എത്രയാണ് 121. ഏത് ഓഡ് നമ്പർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓഡ് നമ്പർ തന്നെയാണ്. Then if any number n is odd, then its square n square is not necessary odd. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? നോട്ട് നെസസറി ഓഡ്, ഇറ്റ് ഈസ് നെസസറി ടു ബി ഓഡ്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തല്ല, ശരിയല്ല. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്തായിട്ട് വരുന്നത്, റൈറ്റ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. A is correct but R is not correct. A കറക്റ്റ് ആണെങ്കിൽ ഒരിക്കലും R കറക്റ്റ് ആവില്ല. കറക്റ്റ് എന്ന് പറയുന്നത് R is not necessary odd എന്നാ പറഞ്ഞത്. R is necessarily odd. അതായത് n എന്ന് പറയുന്ന ഏത് ഓഡ് നമ്പർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും n സ്ക്വയർ എന്തായിരിക്കണം, ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. Then next question is, Konark Samman is given for the significant contribution in the field of. കൊണാർക്ക് സമ്മാൻ ഏത് ഫീൽഡിൽ കൊടുക്കുന്നതാണ്? ലിറ്ററേച്ചറിൽ കൊടുക്കുന്ന സമ്മാനമാണ് ഇത് കൊണാർക്ക് സമ്മാൻ. The annual Konark Samman was instituted by the government to the honor of personality every year for outstanding lifetime contribution for the growth of art, culture, dance, music and architecture. The prize was given to a flute player. Last year, flute player Hariprasad Chowdhury in 1995. അപ്പൊ എന്ത് കൊണാർക്ക് സമ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ എന്തിനു വേണ്ടി കൊടുക്കുന്നതാണ്? ലിറ്ററേച്ചറിൽ കൊടുക്കുന്ന സമ്മാനമാണിത് കൊണാർക്ക് സമ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഡേറ്റ്സ്, അതുപോലെ തന്നെ ഡേയും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ October 5 ആണ്. October 5 ആസ് എ ടീച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. September 5 ഈസ് നാഷണൽ ടീച്ചേഴ്സ് ഡേ.
ആൻഡ് ഒക്ടോബർ 5 is the വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഒക്ടോബർ 5 എന്ന് പറയുന്നത് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ആൻഡ് 4th ജനുവരി, 24th ജനുവരി, സെപ്റ്റംബർ 8th. ഇനി ഈ ഡേറ്റുകൾ കൂടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. 5th of October is വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. 5th of October. എ എന്ന് പറയുന്നത് 4th പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷനും കട്ട് ചെയ്യാം, ലാസ്റ്റ് ഓപ്ഷനും കട്ട് ചെയ്യാം. 4ൽ വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ദെൻ നമ്മുടെ 4th of January എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ബ്രെയിലി ഡേ ആണ്. ബ്രെയിലി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിലി ലാംഗ്വേജ് നമുക്കറിയാം, കണ്ണു കാണാത്ത ആളുകൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് ബ്രെയിലി ലാംഗ്വേജ്. അവരുടെ ഡേ ആയിട്ടാണ് 4th of January സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ബി ആസ് 3, രണ്ടിലും ബി ആണ്, 3 ആണ്. ആൻഡ് സി എന്ന് പറയുന്നത് നോക്കാം. 24th January എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. 24th January is ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ടാണ് വരുന്നത്. ആൻഡ് 8th September is വേൾഡ് ലിറ്ററസി ഡേ ആണ്. ഇപ്പൊ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ ഡേയ്സും ഡേയും ഒന്ന് ഓർത്ത് വെക്കുക, എന്തിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇവിടെ തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 5th of October is വേൾഡ് ടീച്ചേഴ്സ് ഡേ. ആൻഡ് 4th of January is വേൾഡ് ബ്രെയിലി ഡേ, കണ്ണ് കാണാത്ത ആളുകളുടെ ഭാഷ. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപിയാണ് ബ്രെയിലി എന്ന് പറയുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ദിവസം. ആൻഡ് 24th of October is വേൾഡ് ഇന്റർനാഷണൽ ഡേ ഓഫ് എഡ്യൂക്കേഷൻ. ആൻഡ് 8th of September is ലിറ്ററസി ഡേ. ഇങ്ങനെയാണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. ഇപ്പൊ ഡേയ്സ് ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ, അതും ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനി നമ്മൾ പോകുന്നത്. എ ഷോപ്പ് കീപ്പർ നീഡ്സ് ടു മെഷർ ദ പ്യൂരിറ്റി ഓഫ് മിൽക്ക്. മിൽക്കിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യുന്നത് ഇൻസ്ട്രുമെന്റ് ഏതാണ്? വിച്ച് ഇൻസ്ട്രുമെന്റ് ഹി ഷുഡ് യൂസ്? ദാറ്റ് ഈസ് ലാക്ടോമീറ്റർ അല്ലെ, അറിയാം. പാലിന്റെ എന്ത് അളക്കാൻ വേണ്ടി, പ്യൂരിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ലാക്ടോമീറ്റർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, കുറച്ച് പ്ലേസ് തന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കോർസിക്ക ഐലൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോർസിക്ക ഐലൻഡ് ആരുമായി ബന്ധപ്പെട്ടതാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ നാട് കടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണിത് കോർസിക്ക ഐലൻഡ്. എന്തിലേക്കാണ് പോകേണ്ടത്? ആസ് 3. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നെപ്പോളിയൻ ബോണപ്പാർട്ട് കോർസിക്ക ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ്? 3 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു, ഇത് കട്ട് ചെയ്തു. ആകെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. റൈറ്റ് ആൻസറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ അറിയുന്ന ആളുകളെ സംബന്ധിച്ച് ഈസി ആയിട്ട് എത്തും കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറുസലേം ഇസ് ദി പ്ലേസ് ഫോർ ജീസസ് ക്രൈസ്റ്റ്. B1 പോകുന്നു. ആൻഡ് ട്രഫൽഗർ, it is related with Nelson Mandela. And Macedonia is related with Alexander. Macedonia വന്നിട്ടുള്ള ആളായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തി. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കോർസിക്ക ഐലൻഡിലേക്കായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ നാട് കടത്തിയിട്ടുള്ളത്. ജെറുസലേം is related to Jesus Christ. And Trafalgar is related with Nelson Mandela. And last one, Macedonia is related with Alexander. The next question, E.K. Janaki Ammal was the first Indian woman to be awarded a PhD in the botanical science. Her first expensive achieved based analytical biography has recently been published for a title. ഒരു ജനറൽ അല്ലെങ്കിൽ കറണ്ട് അഫെയർ ആയിട്ടുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റിസർച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് ഈസ് ക്രോമസോം വിമൻ നോമാഡ് സയന്റിസ്റ്റ്. ഇതാണ് എന്തായിട്ട് വരുന്നത്? E.K. Janaki അമ്മാളുടെ ഒരു പുതിയ റിസർച്ച് ആയിട്ട് വരുന്നത്. The next question, given below are 2 statements. One is labeled as assertion and another one is research. First statement ഇതാണ്. Historically, the understanding of inequality in the social science has been dominated by notions class, race and more recently gender. ശരിയാണല്ലേ?
Historically, the understanding of inequality in the social science has been dominated by notions of class, race, and more recently, gender. ഇനി അടുത്ത സെന്റൻസ് സോഷ്യൽ എക്സ്ക്ലൂഷൻ ഇസ് നോട്ട് ആക്സിഡന്റൽ ബട്ട് സിസ്റ്റമാറ്റിക് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി. ഇപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റും എന്ത് തന്നെയാണ്? റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ ഇത് കറക്റ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണോ? സോഷ്യൽ ഇൻഇക്വാലിറ്റിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല താഴെ തന്നിട്ടുള്ളത്. So historically, the understanding of inequality in social science has been dominated by the notions of class, race, and more recently gender. ഇതൊക്കെയാണ് എന്തിനുള്ള റീസൺസ് ആയിട്ട് വരുന്നത്? ഈ ഒരു ഇൻഇക്വാലിറ്റിയുടെ റീസൺസ് ആയിട്ട് വരുന്നത്. Then social exclusion is not accidental by system, but systematic. സോഷ്യൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത് എന്തല്ല, ആക്സിഡന്റലി സംഭവിക്കുന്നതല്ല, പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സ്ട്രക്ചറൽ ഫീച്ചർ ഓഫ് സൊസൈറ്റി. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, പക്ഷെ എന്തല്ല, കറക്റ്റ് റീസൺ അല്ല എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ബി. Then next question, the famous story Brahmarakshaka Shiksha by Uttipur. The teacher becomes a demon because he had misused his knowledge, and he had a fierce demonic spirit and personality. He had done evil things in his life and sought salvation, becomes a demon because he had no student to teach. ഇത് നമ്മുടെ ഒരു മുക്തിബോധിന്റെ ബ്രഹ്മരക്ഷസ്ക ശിഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്, ഫേമസ് സ്റ്റോറി. അതിലുള്ള ഒരു തീമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആൻസർ ഡി ആണ് വരുന്നത്. ബിക്കംസ് ഡിമോൺ ബിക്കോസ് ഹി ഹാഡ് നോ സ്റ്റുഡന്റ് ടു ടീച്ച്. അദ്ദേഹത്തിന് കുട്ടികളെ പഠിപ്പിക്കാൻ കിട്ടാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ മാനസിക നില തെറ്റിയ പോലെ ആവുകയും മാറുകയാണ് ചെയ്തത്. ഫാക്ച്വൽ ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളത് പഠിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി ഉറപ്പുവരുത്തിക്കൊണ്ട് ഇത് വാസ്റ്റ് ആയിട്ടുള്ള റീഡിംഗ് കൂടി ഇതിന്റെ കൂടെ കൊണ്ടുപോകുക. ദെൻ പ്രാക്ടീസ് ആണ് ഏറ്റവും വലിയ, സിലബസ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക. Next question, UN Convention on the Rights of the Child, CRC, which requires the state to protect the child from all forms of physical and mental violence and from torture and other cruel or degrading punishments or treatment, was acted by India in the year 1992. അപ്പൊ CRCന്റെ പ്രകാരം ചൈൽഡിന് എതിരെയുള്ള പ്രൊട്ടക്ഷനുമായിട്ട് വന്നിട്ടുള്ള ഒരു ലോ ആണ് ഇൻ ദ ഇയർ 1992 ദെൻ മാത്സിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ if three numbers are in the ratio of 1:2:5 and the sum of their square is 120, find the number. ഈ ഒരു ചോദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തന്നെ കണ്ടെടുക്കാൻ പറ്റും. എന്താണ് 1:2:5 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1x 2x 5x ആണ്. അതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1x സ്ക്വയർ പ്ലസ് 2x സ്ക്വയർ പ്ലസ് 5x സ്ക്വയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 120 കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഓപ്ഷൻസ് കൂടി ഒന്ന് നോക്കാം. കാരണം നമ്മുടെ ശരിയുത്തരം എന്തിലുണ്ട്? ഈ 4 ഓപ്ഷനിലാണ് നമ്മുടെ ശരിയുത്തരം ഉള്ളത്. 120 ആണ് സം കിട്ടേണ്ടത്. അപ്പൊ ഇതൊരിക്കലും എന്തായിരിക്കില്ല, ഒരു വലിയ നമ്പേഴ്സ് ആയിരിക്കില്ല അല്ലെ. ഏറ്റവും ചെറിയ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയുള്ളൂ. 1ഉം 2ഉം 5ഉം ആണെങ്കിൽ നടക്കുമോ? 1ന്റെ സ്ക്വയർ എടുത്താൽ 1 ആണ്, 2ന്റെ സ്ക്വയർ എടുത്താൽ 4 ആണ്, 5ന്റെ സ്ക്വയർ എടുത്താൽ 25 ആണ്. ഇത് ആഡ് ചെയ്താൽ എന്തല്ല 120. ദെൻ 2 ആണെന്ന് വിചാരിക്കാം. 1ന് പകരം 2 ആണെങ്കിൽ 2ന് പകരം എത്രയാവും? 4 ആവും. 5ന് പകരം എത്രയാവും? 10 ആവും. ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 2ന്റെ സ്ക്വയർ എടുത്താൽ 4, 4ന്റെ സ്ക്വയർ എടുത്താൽ 16, 10ന്റെ സ്ക്വയർ എടുത്താൽ 100. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 120. അപ്പൊ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2, 4, 10 ആയിരിക്കും. 2, 4, 10 ആയിരിക്കും നമ്മുടെ നമ്പേഴ്സ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷനിൽ കൊടുക്കുന്ന സമയത്ത് തന്നെ 120 കൊടുക്കുന്നു. ഇനി അറ്റ്ലീസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ഒന്നും ഒരിക്കലും വരില്ല. കാരണം 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ 225 ആണ്. ഇവിടെ തന്ന സം എത്രയാണ്? 120 ആണ്. നമ്മുടെ ലോജിക് അറ്റ്ലീസ്റ്റ് മിനിമം ലോജിക് വെച്ചിട്ട് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ആൻസർ ഇസ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all teachers must take their students to different kinds of museums on science, history, crafts and others. A museum's greatest value is that the students feel curious about the world. For that, it is important that the children are strictly supervised by the teacher. അപ്പം
Then Atmathus exhibits fully and spend time with them independently. Third is are given a very specific mandate at the beginning. Then fourth option is learn about each and every exhibit and write about them. അപ്പൊ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഏറ്റവും പോസിറ്റീവ് ആൻസേഴ്സ് മാത്രം സെലക്ട് ചെയ്യുക. ഇപ്പൊ കുട്ടികളെ മ്യൂസിയത്തിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സ്ട്രിക്ട്ലി സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കറക്റ്റ് ആയിട്ട് ഒന്ന് സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഒരിക്കലും ആൻസർ ആയിട്ട് വരും. എവിടെ എന്താ വരിക, ഓരോ കുട്ടികൾക്കും കൂടെ സ്പെൻഡ് ചെയ്ത് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടീച്ചറിനെയാണ് അവിടെ ആവശ്യമുള്ളത്. സോ അഡ്മയർ ദ എക്സിബിറ്റ് ഫുള്ളി ആൻഡ് സ്പെൻഡ് ദം ടൈം വിത്ത് ദം സെപ്പറേറ്റ്ലി. ഇതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് യങ് ചിൽഡ്രൻ ലിസൺ ടു സ്റ്റോറീസ് ടോൾഡ് ബൈ ഡിഫറെന്റ് പീപ്പിൾ they begin to dash them, discriminate and select between them, differentiate and evaluate them, discriminate and reject them, differentiate and interpret them. If young children listen to stories, ചെറിയ കുട്ടികൾ കഥകളെ ലിസൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അവർ എന്ത് ചെയ്യും, അതിനെയൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് യങ് ചിൽഡ്രൻ ലിസൺ ടു സ്റ്റോറീസ് ടോൾഡ് ബൈ ഡിഫറെന്റ് പീപ്പിൾ they begin to differentiate these stories and evaluate them. Then അടുത്ത question, in Mahasheda Devi, why girl? The little girl Munia belongs to which tribal group? അതായത് അവരുടെ ഒരു കൃതിയാണ് why girl. അതിലുള്ള ഒരു ക്യാരക്ടർ ആണ് ആര്, മോണിയ. അവര് ഏത് ഈ ട്രൈബൽ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്. പക്കാ ഫാക്ച്വൽ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അവര് സാബാസ് ഓഫ് ഫ്രം വെസ്റ്റ് ബംഗാളിൽ സാമ്പാർ വിഭാഗത്തിൽ പെടുന്ന ആളുകളായിരുന്നു. ദെൻ അടുത്തത് സയൻസിന്റെ പെഡഗോജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ നെയിം ഓഫ് ഓർഗാനിസംസ് ഉണ്ട്, അതിന്റെ ക്രോമസോം നമ്പറും തന്നിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ്സിൽ നമുക്കറിയാം 46 ആണ്, ദാറ്റ് ഈസ് 23 + 23 46 ആണ്. അപ്പൊ A3 വരുന്ന ഓപ്ഷൻസ്, A3 വരുന്ന 3 ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഒന്നല്ല എന്ന് നമുക്ക് പറയാം. ഹൗസ് ഫ്ലൈ, ഈച്ചൽ ഉണ്ട്, മെയ്സ് ആൻഡ് റൈസ്. റൈസിൽ എത്രയാണ്, മെയ്സിൽ എത്രയാണെന്ന് അറിഞ്ഞാൽ മതി. ഹ്യൂമൻ ബീയിങ്സിലുള്ളത് എത്രയാണ്, 23 ആണ്. ഹൗസ് ഫ്ലൈസിലുള്ളത് ദാറ്റ് ഈസ് ബിയിൽ വരുന്നത് 6 ആണ്. ഈച്ചകളിലൊക്കെ 6 ആണ്. ആൻഡ് മെയ്സ് ധാന്യങ്ങളിലൊക്കെ വരുന്നത് 10 ആണ്. റൈസിൽ 12 ആണ്. ഈ ക്രോമസോം നമ്പേഴ്സ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീവിയസ് ചോദിച്ചതായതുകൊണ്ട് നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ നോക്കി വെക്കുക. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാറുണ്ട്. ഇനി നമ്മുടെ അടുത്ത് മാത്സിലെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് P ആൻഡ് Q? നമ്മള് ഇൻ എ 3D പ്ലെയിൻ, 3D പ്ലെയിനിൽ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ 2D പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ട്. 10th നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 2D പ്ലെയിനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. 2D പ്ലെയിൻ ആവുന്ന സമയത്ത് നമ്മൾ ഡിസ്റ്റൻസ് കണ്ടെത്താൻ എന്താണ് ഉപയോഗിക്കുന്നത്, റൂട്ട് ഓഫ് x1 x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ ആണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ 3D പ്ലെയിൻ ആവുന്ന സമയത്ത് ഇതിൽ 3 പോയിന്റ്സ് വരുന്നുണ്ട് അല്ലെ. ഇത് x ആണ്, ഇത് y ആണ്, ഇത് z ആണ്. ഇത് x1 y1 z1, ഇത് x2 y2 z2. ഇങ്ങനെ 3 പോയിന്റുകളായിട്ട് മാറ്റാം. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയായിരിക്കും, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും x1 മൈനസ് x2 ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ഹോൾ സ്ക്വയർ പ്ലസ് z1 മൈനസ് z2 ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് കിട്ടുന്ന സമയത്ത് എന്താവും, റൂട്ട് ഓഫ് 1 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 2 മൈനസ് 2 മൈനസ് മൈനസ് 2. ഇതെന്തായിട്ട് മാറും, -2 പ്ലസ് -2 പ്ലസ് 2 ആയിട്ട് മാറും. ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് 1 ഹോൾ സ്ക്വയർ. ഇതാവുന്ന സമയത്ത് 1 മൈനസ് 4 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്ക്വയർ പ്ലസ് -2 പ്ലസ് 2 0 ആവും. അതിനെ എഴുതേണ്ട ആവശ്യമില്ല. ദെൻ ലാസ്റ്റ് 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ
3 സ്ക്വയർ. 3 സ്ക്വയർ ആയിട്ടുണ്ടെങ്കിൽ 9 പ്ലസ് 9 √9 പ്ലസ് √9 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാ? √18 ആണ്. √18 നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കിട്ടും എന്താ? √18 നമ്മൾ ഈ ഒരു യൂണിറ്റ് തന്നിട്ടുള്ളത് ഏതിലാണ്? സ്ക്വയർ റൂട്ട് ഫോമിലാണ് തന്നിട്ടുള്ളത്. √18 നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 3 3 സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് നമുക്ക് 3√2 എന്ന് എഴുതാൻ പറ്റും. ആൻസർ സി ആണ് വരിക. ഓക്കെ, അപ്പൊ ഏതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത്? 10th വരെ പഠിച്ച ആളുകൾക്ക്, +1 +2 മാത്സ് മെയിൻ ആയിട്ട് പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ച് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് +10th പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാം. അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ആൻസർ സി ആണ് വരുന്നത്. then അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഫ്ലവർ. ഫ്ലവറിന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്? നമുക്ക് ഡയറക്റ്റ് തന്നെ ഉത്തരത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും. പ്ലാസന്റെ ആണ് എന്തിന്റെ പാർട്ട് അല്ലാത്തത്? ഫ്ലവറിന്റെ പാർട്ട് അല്ലാത്ത ഭാഗം. Then next question, comprehensive school health program should include medical care, health care, physical education, clean school environment and parallel health ആണോ, parental health ആണോ, teacher health ആണോ, distribution of medicines ആണോ, school length ആണോ? കോംപ്രഹെൻസീവ് സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ആണ്. അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? മെഡിക്കൽ കെയർ ഉണ്ടായിരിക്കണം, ഹെൽത്ത് ഉണ്ടായിരിക്കണം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, സ്കൂൾ എൻവയോൺമെന്റ് ഉണ്ടായിരിക്കണം, അലോങ് വിത്ത് സ്കൂൾ ലഞ്ച് കൂടി ഉണ്ടായിരിക്കണം. അതിൽ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ എന്താണ്? പാരന്റൽ ഹെൽത്ത്, ടീച്ചർ ഹെൽത്ത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ്. അതല്ല അതിന്റെ വേണ്ടത് എന്താണ്? ഒരു സ്കൂൾ ലഞ്ച് കൂടിയാണ് വരുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ എന്തിനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മിഡ് ഡേ മീലിനൊക്കെ നമ്മുടെ ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Then next question, given below are two statements, one labeled as assertion and the another one is labeled as reason. So question assertion എന്താണ് നോക്കാം. After pandemic, it was assumed that learning will never be same again. Everyone wanted children back in school. Teaching is more likely to move to a blended learning format. Then reason is the new education policy in India and the concept not on blended learning which UGC brought out in May 2020 both leave enough room for entire learning. ഇത് രണ്ടും എന്തായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്? ബോത്ത് സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. നമ്മളൊരു ബ്ലെൻഡഡ് ഫോം ഓഫ് ലേണിംഗിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആവുന്ന സമയത്ത് അസേർഷൻ റീസണും നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനനുസരിച്ച് വേണം നമ്മൾ ഉത്തരത്തിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then next is pollination is the mechanism for fertilization in plants. Then plants are abiotic and biotic agents to achieve pollination. Which one is not an agent of pollination? അപ്പം പ്ലാന്റ്സിന്റെ പോളിനേഷൻ ഏജന്റ് അല്ലാത്തതാണ് ഫംഗസ്, വാട്ടർ, അനിമൽസ്. എന്താണ്? പ്ലാന്റിന്റെ പോളിനേഷനിൽ എലമെന്റ് ആയിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഏജൻസ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ വിൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? എയർ ആണ് പോളിനേഷൻ ഏജന്റ്, വിൻഡ് അല്ല പോളിനേഷൻ ഏജന്റ്. അപ്പൊ വിൻഡ് എന്നുള്ള ഓപ്ഷനിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ എന്തിനു സെലക്ട് ചെയ്യാം? വിൻഡ് എന്തല്ല പോളിനേഷൻ ഏജന്റ് അല്ല. വിൻഡ് ഒരു പോളിനേഷനിൽ എന്താണ്? എയർ ആണ് പോളിനേഷൻ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, എ റിന്യൂവബിൾ എനർജി സോഴ്സ് ആർ. റിന്യൂവബിൾ എനർജി, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതൊക്കെയാണോ ചോദിച്ചത്? റിന്യൂവബിൾ എനർജിനും ഉണ്ട്, അതുപോലെ തന്നെ നോൺ റിന്യൂവബിൾ എനർജി ഉണ്ട്. ഫസ്റ്റ് നോക്കുന്ന സമയം നമുക്കറിയാം ഹൈഡ്രോ പവർ ഇസ് എ നോൺ റിന്യൂവബിൾ എനർജി. ഹൈഡ്രോ പവർ എന്ന് പറയുന്നത് റിന്യൂവബിൾ എനർജിയാണ്. സോളാർ എനർജി എന്ന് പറയുന്നത് എന്താണ്? റിന്യൂവബിൾ എനർജിയാണ്. സോ ഇതിൽ നോൺ റിന്യൂവബിൾ ആയിട്ട് വീണ്ടും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എനർജി ആയിട്ട് വരുന്നത് കോൾ ആൻഡ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. കോളും അതുപോലെ തന്നെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സ് ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. The sex ratio worked out using the following formula. നമ്മൾ ഇന്ത്യയിൽ സെക്സ് റേഷ്യോ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ എത്ര സ്ത്രീകൾ അതിൽ നിന്ന് എത്ര പുരുഷന്മാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെക്സ് റേഷ്യോ കാണാനുള്ളത്. സോ ഫീമെയിൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ മെയിൽ പോപ്പുലേഷൻ ആണ്. 1000 സ്ത്രീകൾക്ക് എത്ര പുരുഷൻ അല്ലെങ്കിൽ എത്ര എക്സസ് ആയിട്ട് സ്ത്രീകൾ വരുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാറുള്ളത്. കേരളത്തിലൊക്കെ ഫീമെയിൽ പോപ്പുലേഷൻ കൂടുതലുണ്ടെന്നത്
സമയത്ത് 1000 സ്ത്രീകൾക്ക് എത്ര പുരുഷനുണ്ടാവും? സോ ഫീമെയിൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ മെയിൽ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ് എന്തിന്റെ സെക്സ് റേഷ്യോ, ഇന്ത്യയിലെ സെക്സ് റേഷ്യോ ആയിട്ട് ഉപയോഗിക്കുന്നത്. Then next is teachers must take their students to museum regularly. Any museum's greatest value to a child is to arouse his curiosity so that they wish to penetrate even more deeply to grasp what they see in the museum. If they get a chance to admire the things in their own good time, they are likely to develop a feeling of dash the world, or for the wonders of having learned about things in, having mastered important things in, knowing the school syllabus. ഇപ്പം കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ കാര്യങ്ങളിലേക്കും എൻഗേജ് ആക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഫോർ ദി വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്, അവർക്ക് ലോകത്തുള്ള എല്ലാ വണ്ടേഴ്സും മനസ്സിലാക്കി പോകാൻ തന്നെ പറ്റും. സെന്റൻസ് വായിക്കുന്ന നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ടീച്ചേഴ്സ് മസ്റ്റ് ടേക്ക് ദ സ്റ്റുഡൻസ് ടു മ്യൂസിയം റെഗുലർലി. നമ്മളിപ്പം ബുക്കിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിൽ ഒരുപാട് ആക്ടിവിറ്റീസ് കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എനി മ്യൂസിയംസ് ഗ്രേറ്റസ്റ്റ് വാല്യൂ ടു എ ചൈൽഡ് ഈസ് ടു അറൗസ് ഹിസ് ക്യൂരിയോസിറ്റി സോ ദാറ്റ് ദേ വിഷ് to penetrate even more deeply to grasp what they see in the museum. അപ്പം ഒരാൾ ബുക്കിൽ നിന്ന് വായിച്ചു പഠിക്കുന്നതിനേക്കാൾ ഉപരി കാണുമ്പോൾ പഠിക്കാൻ പറ്റും. If they get a chance to admire the things in their own good time, they are likely to develop a feeling of awe for the wonders of the world. അവർ തന്നെ മനസ്സിലാക്കുന്ന സമയത്ത് അവർക്കൊരു സ്വപ്നം പോലെ അല്ലെങ്കിൽ അവർക്കൊരു വണ്ടർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കുക. Then ഇവിടെ നമുക്കൊരു WHO-ന്റെ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് വന്നത്. WHO has set a standard chart to determine health status using weight through BMI. Choose the correct statements for BMI. ഇതിൽ ലെസ് ദാൻ 18.5 ആണ് വെയിറ്റ് എങ്കിൽ അതിന് അണ്ടർ വെയിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് BMI ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. BMIയിലുള്ള ന്യൂട്രീഷ്യൽ സ്റ്റാറ്റസ് ആണ്. ബിലോ 18.5 ആണെങ്കിൽ ഇറ്റ് ഈസ് ഷോയിങ് ദാറ്റ് അണ്ടർ വെയിറ്റ് ആയിട്ടാണ്. 18.5 മുതൽ 24.9 വരെയാണെങ്കിൽ നോർമൽ വെയിറ്റ് ആയിട്ടും 25 മുതൽ 29.9 വരെയാണെങ്കിൽ പ്രീ ഒബസിറ്റി, പൊണ്ണത്തടിയല്ല പ്രീ ഒബസിറ്റി ആയിട്ടും 30 to 34.9 ആണെങ്കിൽ ഒബസിറ്റി ക്ലാസ് 1ഉം 35 to 39.9 ആണെങ്കിൽ ഒബസിറ്റി ക്ലാസ് 2, എബോവ് 40 ആവുന്ന സമയത്ത് ഒബസിറ്റി ക്ലാസ് 3യുമാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ 18.5 to 24.9 എന്ന് പറയുന്നത് ഓവർ വെയിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തല്ല, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ല. BMI is greater than or equal to 30 എന്ന് പറയുന്നത് ഒബസിറ്റി ആണെന്ന് പറഞ്ഞു. അത് എന്താണ്, അതും റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 30ൽ കൂടുതൽ ഉണ്ടാകുന്ന സമയത്ത് ഒബസിറ്റിയാണ് 3 കാറ്റഗറി ആയിട്ട് കണ്ടു. And BMI is from 25 to 29.59 is overweight. അത് നോർമൽ വെയിറ്റ് ആയിട്ടാണ് വരുന്നത്. BMI is less than 20.5 is underweight. Underweight ആവുന്നത് 18.5. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏത് രണ്ട് മാത്രമാണ്? ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം, എയും സിയും മാത്രമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. Then next question. Rabindranath Tagore was the first person to receive Nobel Prize for India. ഇന്ത്യയിൽ ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് കിട്ടിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ. The first distribution of the Nobel Prize took place on December 10th, 1901 on the 5th anniversary of Nobel's birth. ഇത് രണ്ടും ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളാണ്. രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. രണ്ട് സ്റ്റേറ്റ്മെന്റും നമ്മുടെ നോളേജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് വന്നിട്ടുള്ളത്. വാട്ട് ഈസ് ഫസൻഡ? ഫസൻഡ എന്ന് പറയുന്നത് ബ്രസീലിലുള്ള ഒരു കോഫി പ്ലാന്റേഷൻ അറിയപ്പെടുന്നതാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തെന്ന് പറയാം. നമ്മുടെ ശരിയാണെന്ന് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കാരണം ഇവിടെ നെഗറ്റീവ് മാർക്ക് കൂടി ഉണ്ട്. നമുക്ക് കിട്ടിയ മാർക്ക് കൂടി ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപ്പൊ നമുക്ക് ഒട്ടും പരിചയമില്ലാത്തതാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വാട്ട് ഈസ് ഫസൻഡ എന്ന് പറയുന്നത് കോഫി പ്ലാന്റേഷൻ ഇൻ ബ്രസീൽ. ബ്രസീലിലുള്ള ഒരു കോഫി പ്ലാന്റേഷൻ ആണ് ഫസൻഡ എന്ന് അറിയപ്പെടുന്നത്. Then dash is the first organic state of India. ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് ഓർഗാനിക് സ്റ്റേറ്റ് ആയിട്ട് വരുന്നത് സിക്കിം ആണ് കേട്ടോ. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. സിക്കിം ഇസ് ദ ഫസ്റ്റ് ഓർഗാനിക് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. Then next, which following is not correct?
നോട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പം അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് ആദ്യം പിക്ക് ഔട്ട് ചെയ്യേണ്ട വേർഡ് ഏത് തന്നെയായിരിക്കണം, ആ നോട്ട് എന്നുള്ളതായിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ആ ഉത്തരത്തിലെ ശരി ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതർവൈസ് നമ്മൾ എന്ത് ചെയ്യും, കറക്റ്റ് എന്നുള്ളൊരു വേർഡ് മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവുള്ളൂ, ഈ നോട്ട് എന്ന വേർഡ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, ലേണിംഗ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഫ്രം വിച്ച് ദ ടീച്ചേഴ്സ് കം. The key role of a teacher is a facilitator and a supporter of learning. Teacher needs to recognize herself as the only source of learning. And teacher is a participant in the learner's effort at evolving learning experience. അപ്പൊ ഇതിൽ ഈ സെന്റൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു നെഗറ്റീവ് ടച്ച് വരുന്ന സെന്റൻസ് ഏതാണ്? തേർഡ് സെന്റൻസ് ആണ്. ടീച്ചർ ഒരിക്കലും വിചാരിക്കരുത് ടീച്ചർ ഇസ് ദ ഓൺലി സോഴ്സ് ഓഫ് ലേണിംഗ് എന്ന്. ഇതാണ് ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. Let A B is R be a continuous function on AB and differentiable on AB. Then there exists E in AB such that function of C is equal to f of B minus f of A divided by B minus A. ഇത് ഏത് തിയറമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? മീൻ തിയറമാണ് ഇവിടെ തന്നിട്ടുള്ളത്. The theorem states that if f is a continuous function, f എന്ന് പറയുന്നത് ഒരു continuous function ആണെങ്കിൽ on the closed interval a and ab, ab എന്ന് പറയുന്ന ക്ലോസ് ഇന്റർവെല്ലിൽ f എന്ന് പറയുന്നത് ഒരു continuous function ആവുന്ന സമയത്ത് the open interval, then there exists a point c in ab such that the tangent at c is parallel to the second line through the end points. അപ്പൊ ഇതൊരു മീൻ വാല്യൂ തിയറം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Then അടുത്ത ക്വസ്റ്റ്യൻ, both yoga and physical education should be regular part of the dash and must be seen as components of comprehensive school health program. So yoga and physical education should be regular part of the dash. Parents responsibility അല്ല, society's responsibility അല്ല, schools timetable, child's home schedule. അപ്പം യോഗയും അതുപോലെ തന്നെ എന്തും ഫിസിക്കൽ എഡ്യൂക്കേഷനും സ്കൂൾ ടൈം ടേബിളിന്റെ ഒരു ഭാഗമായിരിക്കണം. എന്നാൽ മാത്രമായിരിക്കും എന്തുണ്ടാവുക, കോംപ്രഹെൻസീവ് സ്കൂളിന്റെ ഒരു കോമ്പണന്റ് ആയിട്ട് തന്നെ അതിനെ പരിഗണിക്കുന്നുണ്ട്. Then next question, sickle cell anemia and thalassemia diseases are hereditary as these are generally caused by gene or chromosomal mutation. These diseases can be categorized under allergic disease. Sickle cell anemia ഒരു allergic disease ആയിട്ടാണ് കേട്ടോ കാണുന്നത്. ഡീജനറേറ്റീവ് ഡിസീസ് അല്ല, കൊഗ്നിഷൻ ഡിസീസ് അല്ല, കമ്മ്യൂണിക്കബിൾ അല്ല. സിക്കിൾ സെൽ അനീമിയ കാണുന്നത് ഒരു അലർജിക് ഡിസീസ് ആയിട്ടാണ് കാണുന്നത്. ഹെറിഡിറ്ററി ആയിട്ട് വരുന്നതാണ്, അലർജി ആയിട്ടാണ് വരിക. Find how many years will a sum double itself when given on 5% simple interest. Interest and discount. ഇൻട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഒരു സം എമൗണ്ട്. അപ്പൊ ഇവിടെ എത്രയാണ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയാം I is equal to PNR by 100 ആണ്. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിന് ഒരു സം എമൗണ്ട് ഇട്ട സമയത്ത് എന്തായി, സം എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 100 ആക്കാം. പി എന്ന് പറയുന്നത് 100 ആയിട്ട് എടുക്കാം. കാരണം ആ 100 റുപ്പീസ് ഡബിൾ ആയി. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയായിട്ട് കിട്ടിയിട്ടുണ്ടാവും? ഈ 100 ഡബിൾ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ആയി. എന്ന് വെച്ചാൽ അതിൽ 100 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. എത്ര വർഷം എടുത്തെന്ന് നമുക്ക് അറിയില്ല. എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. R എന്ന് പറയുന്നത് 5% ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 100 ആണ്. 100 റുപ്പീസ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈക്വൽസ് എത്ര രൂപയ്ക്കാണ്? 100 റുപ്പീസിന് N അറിയില്ല, ബട്ട് എത്ര പെർസെന്റേജിനാണ്? 5%. സോ ഇവിടെ നിന്ന് നമുക്ക് N കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 100 into 100 divided by 100. ഈ 100 നേരെ ഇങ്ങോട്ടേക്ക് പോകും, ഈ 100 താഴോട്ട് വരും. 100 into 100 divided by 100 into 5. കാരണം ഇവിടെ N മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ ഇതിന് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തായിട്ട് മാറി? N is equal to 100 into 100 divided by 100 into 5 എന്ന് വരും. സീറോസും ക്യാൻസൽ ആയി. Then 5 2 times ഉണ്ട്. ഇൻട്രസ്റ്റ് ഇയേഴ്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. 20 വർഷം 5% ഇൻട്രസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക?
20 വർഷം കൊണ്ട് 100 രൂപയ്ക്ക് 100 രൂപ തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, സോ ആൻസർ ഈസ് എ. ദെൻ കുറച്ച് ഓർഗനൈസേഷൻസും അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സുകളും ആണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇസ് ആസിയാൻ. ആസിയാൻ എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷന്റെ അസോസിയേഷനെയാണ് ആസിയാൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് ജക്കാർത്തയിലാണ്. ആസിയാന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് അറ്റ് ജക്കാർത്ത. ദെൻ സാർക്ക്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ. ഇതിന്റെ ആസ്ഥാനം അല്ലെങ്കിൽ തലസ്ഥാനം ഹെഡ് ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് നേപ്പാളിലാണ്. സാർക്ക്, സൗത്ത് ഏഷ്യൻ കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് South Asian Association for Regional Cooperation, and UNCTAD, that is United Nations Conference on Trade and Development. It is at UNCTAD യുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ജനീവയിലാണ്. ആൻഡ് ഒപ്പത്തിൻ്റെത് വിയന്നയിലാണ്. അപ്പം ഓർഗനൈസേഷൻസും അതിന്റെ ക്യാപിറ്റലുകളും എവിടെയാണെന്ന് മനസ്സിലാക്കിയെടുക്കുക. Then next question is, in the current times, the Guru Shishya system is prevalent only in the realm of the arts, in the training of dancers and musicians. The long period of apprenticeship with the Guru and the strong emotional bond between Guru and Shishya all necessitate a cognitive mode that requires that the student be constantly but aptly placed in a learning environment. ഇതൊരു കറണ്ട് ഗുരു ശിഷ്യ സിസ്റ്റത്തിനനുസരിച്ച് നോക്കുന്ന സമയത്ത് ലേണിംഗ് എൻവയോൺമെന്റിൽ എന്താക്കണം, കറക്റ്റ് ആയിട്ട് in the current times the Guru Shishya system is relevant only in the realm of the arts, in the training of dancers and musicians. The long period of apprenticeship with the Guru and strong emotional bond between Guru and Shishya all necessitate a cognitive mode that requires that the student be constantly placed in a learning environment. അപ്പൊ കുട്ടികളും ഗുരു ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതൊരു കറക്റ്റ് ഒരു കോൺസ്റ്റന്റ്ലി ബട്ട് ആക്ച്വലി ഒരു നല്ല ലേണിംഗ് എൻവയോൺമെന്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ബ്രീത്തിങ് ഇൻവോൾവ്സ് 2 stages, inspiration and expiration. Expiration take place when the intrapulmonary pressure is higher than the atmospheric pressure. അപ്പൊ നമ്മൾ ഇൻസ്പിറേഷനിൽ എന്താണ്, 2 സ്റ്റെപ്പാണ്. ഒന്ന് ഇൻസ്പിറേഷൻ, എക്സ്പിറേഷൻ ആണ്. ഇതില് രണ്ടാമത്തെ സ്റ്റേജ് ആവുന്ന സമയത്ത് ഇന്റർപൾമണറി പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയർ പ്രഷറിനേക്കാൾ കൂടുതലായിരിക്കും. Then next question, the emphasis on dash singing in music education program is closely linked with the general teaching idea that learning is based on drill. The emphasis on dash, the emphasis on syllables singing in music education program is closely linked with the general teaching idea. നമ്മൾ ഓരോന്നും എന്താണ്, നമ്മൾ പ്രൊനൗൺസിയേഷൻ പഠിച്ചു, അതുപോലെ തന്നെ അതിന്റെ ഓരോ സ്റ്റേജ് ആയിട്ടാണ് പഠിക്കുക. അപ്പൊ സിലബസിന്റെ ടീച്ചിങ് എന്ന് പറയുന്നത് മ്യൂസിക്കിൽ ടീച്ചിങ് ചെയ്യുന്നത് പോലെ ഇറ്റ് ഈസ് ക്ലോസ്ലി ജനറൽ ടീച്ചിങ് ഐഡിയ ദാറ്റ് ലേണിംഗ് ബേസ്ഡ് ഡ്രില്ല്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നത് പോലെയാണ് സിലബസ് പഠിക്കുന്നത്. പറഞ്ഞു പഠിക്കുന്നത്, പാടിയാണ് ഇതിൽ പഠിക്കുന്നത്, മ്യൂസിക്കിൽ സിലബസ് പഠിക്കുന്നത്. Then statement type question ആണ്, sun is the only source of energy for the terrestrial ecosystem. Terrestrial ecosystem only source of energy എന്ന് പറയുന്നത് sun ആണ്. And phytoplankton and algae are called as produced in aquatic ecosystem. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പക്ക എന്തായിട്ട് ബന്ധപ്പെട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സയൻസിന്റെ പെഡഗോജി ചോദിച്ചിട്ടുള്ളതാണ്. സൺ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി നമുക്കറിയാം. ആൻഡ് phytoplankton and algae are called as producers in aquatic ecosystem. സൈറ്റോപ്ലാന്റിൽ ആണെങ്കിലും അതുപോലെ തന്നെ ആൽഗേനെയൊക്കെ നമ്മൾ എന്താണ് എക്കോസിസ്റ്റത്തിലെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. Then 80th question ആണ്, the primary motive of using puppetry in teaching process is likely to the dash the students. എന്താണ് പപ്പട്രീനെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടീച്ചിങ് പ്രോസസ്സിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
primary motive of using puppetry in teaching process is likely to educate the students. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആക്ഷൻസും മറ്റും puppetry ആയിട്ട് ആക്ട് ചെയ്ത് കൊടുക്കുന്നത്. What is the status of Hindi? Hindi എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിട്ടാണ് പറയുന്നത്? ഹിന്ദി ഇസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഹിന്ദിനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ പ്രോബബിലിറ്റിയുടെ കുറച്ച് റൂൾസ് തന്നിട്ടുണ്ട്. അത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നോക്കാം. A union B is equal to B union A. A union B is equal to B union A. That is commutative law ആണ്. A union B യിൽ എന്താണ്? B union C ആണെങ്കിൽ it is called commutative. Then A union B union C is equal to A union B union C. It is the associative law ആണ്. A union B union C is equal to A union B union C is associative. And A union of is equal to A union എന്ന് പറയുന്ന law of idempotent ആണ്. A union A is equal to A is the idempotent. And A union phi is equal to A is law of indemnity. A union phi is equal to A എന്ന് പറയുന്നത് എന്താണ്? law of indemnity-നെയാണ്. So answer is A. അഥവാ 1 ആണ് ആൻസർ. Then രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. Under the provision of Article 352 of the Indian Constitution, the government could declare a state of emergency on grounds of external threat or a threat of internal disturbance. Once an emergency is proclaimed, the federal distribution of power remains partially suspended and all the other powers are concentrated in the hands of President. ഇതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ്. 352 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുമായിട്ട് എമർജൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഫെഡറൽ ഡിസ്ട്രിബ്യൂഷൻ വൺസ് എമർജൻസി പ്രൊക്ലൈംഡ്, എമർജൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ അധികാരങ്ങളും പ്രസിഡന്റിൽ റെസ്റ്റ് ചെയ്യുന്ന പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാബ സാഹേബ് ഭീംറാവ് അംബേദ്കർ. കുറച്ച് പൊളിറ്റിക്കൽ ഹെഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടിയും തന്നിട്ടുണ്ട്. അംബേദ്കർ ഇസ് റിലേറ്റഡ് വിത്ത് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയാണ്. അംബേദ്കർ, B.R. അംബേദ്കർ ആണ് ഇത്. ബാബ സാഹേബ് ഭീംറാവ് അംബേദ്കർ എന്ന് പറയുന്നത് ഹി ഈസ് റിലേറ്റഡ് വിത്ത് ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി. ആൻഡ് AKG ഹി ഈസ് റിലേറ്റഡ് വിത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. ആൻഡ് ശ്യാം പ്രസാദ് മുഖർജി ഹി ഈസ് റിലേറ്റഡ് വിത്ത് ഭാരതീയ ജനസംഘ് ആൻഡ് രാജഗോപാൽ ആചാര്യ ഈസ് റിലേറ്റഡ് വിത്ത് സ്വതന്ത്ര പാർട്ടി. അപ്പൊ ഈ ഓരോ ലീഡേഴ്സിലും നമ്മുടെ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ലീഡേഴ്സും അവരുടെ പാർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. Then next question, an analysis of the mortality and nutritional indicators from the preschool, primary, secondary and senior secondary level show that dash and communicable diseases are the major health problems faced by the majority of children in the country. എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്യൂ ആയിട്ട് വരുന്നത്? കുട്ടികളുടെ അണ്ടർ ന്യൂട്രീഷൻ ആണ്. അണ്ടർ ന്യൂട്രീഷൻ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആർ ദി മേജർ ഇഷ്യൂസ്. അപ്പൊ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്, the Chikko movement of Garhwal is related to protecting wild animals from hunting. Chikko movement എന്ന് പറയുന്നത് എന്തുമായിട്ടാണ്? പ്രൊട്ടക്ടിങ് ട്രീസ് ആണ്. എവിടെ പ്രൊട്ടക്ട് ചെയ്യും? ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിക്കോ മൂവ്മെന്റ് വന്നത്. അമൃത ദേവി ബിഷോണി Wildlife Protection Award for Individuals is instituted by the Government of India for protecting wildlife. Second statement ശരിയാണ്, പക്ഷെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. സോ ഓപ്ഷൻ 1 is false, but statement 2 is true ആണ് റൈറ്റ് ആൻസർ. Then next ചോദിച്ചിട്ടുള്ളത്, ലിസ്റ്റ് the names of ഗാന്ധി പ്രൈസ്. ഗാന്ധി പ്രൈസ് കിട്ടിയിട്ടുള്ള ആളുകളെ ക്രോണോളജിക്കലി ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യമായിട്ട് ഗാന്ധി പ്രൈസ് കിട്ടിയിട്ടുള്ളത് രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ആണ് ഗാന്ധി പ്രൈസ്, ഗാന്ധി പീസ് പ്രൈസ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ദെൻ വന്നിട്ടുള്ളത് ബാബ ആംദെയാണ്. ബാബ ആംദയ്ക്ക് ശേഷമാണ് ഡോക്ടർ നെൽസൺ മണ്ടേലയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ അഗെയിൻ കിട്ടിയിട്ടുള്ളത് ജോൺ ഹ്യൂം ആൻഡ് ലാസ്റ്റ് ചന്ദ്രപ്രസാദ് ബാബുവിനാണ്
കിട്ടിയിട്ടുള്ളത്. അപ്പം ഗാന്ധി പീസ് പ്രൈസിന്റെ ഓർഡർ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ട് രണ്ട് അസേർഷൻ റീസൺ ടൈപ്പ് എന്ന ക്വസ്റ്റ്യൻ ആണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 aims to pay for transformational reforms in school and higher education system in the country. And the second statement is, today education is considered pivotal for social and economic development through development of human resources. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2020 aims to pay way for transformational reforms in school and higher education. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. And today education is considered as pivotal for social and economic development through development of human resources. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കറക്റ്റ് എക്സ്പ്ലനേഷനും കൂടിയാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ വരുന്നത്. സോ ആൻസർ എ ആണ്. സിറിസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ഒരു ഡോർഫ് പ്ലാനറ്റ് ആണ്. കുള്ളൻ ഗ്രഹം എന്ന് മലയാളത്തിൽ പറയും. ഡോർഫ് പ്ലാനറ്റ് ആണ് സിറിസ്. യുനെസ്കോ പ്രിസർവ്സ് ഡാഷ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. പക്ക ഇൻ 167 കൺട്രീസ്. എന്തായാലും ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ 1073 വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ് യുനെസ്കോന്റെ അണ്ടറിൽ ഉള്ളത്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Then next question, യുനെസ്കോ പ്രിസർവ്സ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. റീഡ് ദ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ സെറ്റ് ആൻഡ് ദർ പ്രോപ്പർട്ടീസ്. സെറ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എസ് ഇസ് ഈക്വൽ ടു സെറ്റിൽ വരുന്നതാണ് 1 2 3 4 5 ഇസ് എ സെറ്റ് ഓഫ് ഓർഡർ 5. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റ്സ് ഉള്ളതിനെയാണ് നമ്മൾ അതിന്റെ ഓർഡർ ആയിട്ട് പറയുന്നത്. S is equal to 0. It's a set of 0 order. അത് ശരിയല്ല. കാരണം 0 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എടുക്കുന്നത് അത് ഒരു ഒറ്റ ഓർഡർ സിംഗിൾ ഓർഡർ ആയിട്ടുള്ള സെറ്റ് ആണ് പറയുന്നത്. Then A, B and B, C, then A, C, it is a transitive property. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. Then A, B and B, A, it is a സിമെട്രിക് പ്രോപ്പർട്ടി. എയും ബിയും സെയിം ആണ്. അതുപോലെ തന്നെ ബിയും എയും സെയിം ആണെങ്കിൽ അതിന് സിമെട്രിക് പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് എ ബി ഇറ്റ് ഈസ് എ റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടി. അത് സ്റ്റേറ്റ്മെന്റ് ശരിയല്ല. ഓൺലി ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയായിട്ട് വരുന്നത്? എ ശരിയാണ്. അതുപോലെ തന്നെ എ സി ഡി എന്നീ സ്റ്റേറ്റ്മെന്റുകളാണ് ഈ ക്വസ്റ്റ്യനിൽ ശരിയായിട്ട് വരുന്നത്. ഇതും പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് വെൻ ഡയഗ്രത്തിൽ ഒരു പ്രോപ്പർട്ടിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കളേർഡ് ഏരിയ റീജിയൻ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നാണ്. സോ കളേർഡ് റീജിയനിലാണ് എന്താണ് എയും സിയും കൂടി ഇന്റർസെക്ഷൻ ഭാഗം മാത്രമാണ്. എയും സിയും ഇന്റർസെക്ട് ചെയ്യുന്ന ഭാഗങ്ങൾ. സോ എ ഇന്റർസെക്ഷൻ ബി, ആൻസർ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട്. സോറി, എ ഇന്റർസെക്ഷൻ സി, എന്റെയും സിന്റെയും ഇന്റർസെക്ട് ചെയ്യുന്ന ഏരിയാസ് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ആൻസർ എന്ന് പറയുന്നത് എ ആയിരിക്കും. A intersection C. Who was the first Indian to receive gold medal in athletics in Tokyo Olympics? Tokyo Olympics athletics സ്വർണം കിട്ടിയത് ആർക്കാണ്? This Neeraj Chopra. Then the song Itni Shakti Humendra Deta, popularly sung in morning assembly in schools, originally sung by which of the following singers in the film? ആരാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്? സിംഗറുകളിൽ പാടിയിട്ടുള്ളത് പുഷ്പ പാഗ്ദാര എന്ന് പറഞ്ഞിട്ടുള്ള സിംഗറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫേമസ് ചിൽഡ്രൻസ് ഫിലിം ദ ബ്ലൂ അംബ്രല്ല റിലീസ്ഡ് ഇൻ 2005 based on the novel written by. ആര് എഴുതിയിട്ടുള്ള നോവലിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ വന്നിട്ടുള്ളത്? റസ്കിൻ ബോണ്ടിന്റെ ഒരു നോവലുമായിട്ട് ദ ബ്ലൂ അംബ്രല്ല എന്ന നോവലുമായി ബന്ധപ്പെട്ട് വന്ന സിനിമയാണ്. ഒരു കുട്ടികളുടെ ചിൽഡ്രൻസ് മൂവിയാണ് ദ ബ്ലൂ അംബ്രല്ല. ദെൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അറേഞ്ച് ദ ഫോളോയിങ് സിഗ്നിഫിക്കന്റ് ഇവന്റ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദയർ ക്രോണോളജിക്കൽ ഓർഡർ. ആദ്യം സംഭവിച്ചതുമായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഓർഡർ ചെയ്യാൻ. ഫസ്റ്റ് വൺ ഈസ് എൻഡ് ഓഫ് വേൾഡ് വാർ സെക്കൻഡ്. ഫസ്റ്റ് ആണ്. സോ ഫസ്റ്റ് ഓർഡറിൽ വരുന്നത് ഏതാണ്? എൻഡ് ഓഫ് ദി വേൾഡ് വാർ, ഡി. ദെൻ സെക്കൻഡ് ആയിട്ട് വരുന്നത് ഇ ആണ്. ഹിറ്റ്ലർ ബിക്കം ദ ചാൻസലർ ഓഫ്. വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഹിറ്റ്ലർ എന്തായിട്ട് മാറി? ചാൻസലർ ആയിട്ട് മാറി. ദെൻ മുസോളിനിനെ എക്സിക്യൂട്ട് ചെയ്തു. ദെൻ എന്തായി? USA ഡ്രോപ്പിംഗ് ജപ്പാനിലെ ആറ്റോമിക് ബോംബ്
ഡ്രോപ്പ് ചെയ്തു. ലാസ്റ്റ് ഇയേഴ്സ് ഫൗണ്ടേഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അതും കൂടി വന്ന്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് DEAD ആയിരിക്കും. DEAD ഓപ്ഷൻ D ആണ് ആൻസർ. Then next question, it is important for the teachers to understand that health is a dash answer as it is shaped by biological, social, economic and political factors. So health is a multi-dimensional concept. ഹെൽത്ത് എന്ന് പറയുന്നത് എന്തല്ല, മെഡിസിൻ മാത്രമല്ല അല്ലെങ്കിൽ നാഷൻ മാത്രമല്ല, ഇങ്ങനത്തെ ഒരു ഡയമെൻഷൻ അല്ല. ബട്ട് ഹെൽത്ത് ഇസ് എ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആയിട്ടാണ് വരുന്നത്. Then planning commission has been replaced by, പ്ലാനിംഗ് കമ്മീഷന് പകരം വന്നിട്ടുള്ളത് നീതി ആയോഗാണ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. Then last 99th ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ റെയിൽവേ സോണുകൾ വന്നിട്ടുണ്ട്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സെലക്ട് ചെയ്യണം. സെൻട്രൽ ആയിട്ട് വരുന്നത് CST ആണ്, മുംബൈ CST ഛത്രപതി ശിവജി ടെർമിനൽ ആണ് സെൻട്രൽ റെയിൽവേന്റെ എന്തായിട്ട് വരുന്നത്, സെൻട്രൽ ആയിട്ട് വരുന്നത്. ദെൻ ഈസ്റ്റ് സെൻട്രൽ ആയിട്ട് വരുന്നത് ഛത്രപതി ശിവജി ആൻഡ് ഈസ്റ്റേൺ സെൻട്രൽ ആയിട്ട് വരുന്നത് ഹാജിപൂറും, വെസ്റ്റേൺ സെൻട്രൽ ആയിട്ട് വരുന്നത് ജബൽപൂരും ആണ്, സദേൺ സെൻട്രൽ ആയിട്ട് വരുന്നത് ചെന്നൈ ആണ്. അപ്പൊ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ. A as 3, B as 4, C as 1 and D as 2. Sorry, D as 1. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു CUT BR 2023 നടന്നിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Prophase of first meiotic division is typically longer and more complex when compared to prophase of mitosis. It has been subdivided in the following phases. Arrange the phases into an order. നമ്മുടെ ഫേസുകളെ ഡിഫറെന്റ് ഓർഡറിലേക്ക് കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ഇത് വരുന്ന സമയത്ത് ഫസ്റ്റ് ലെപ്റ്റോട്ടീൻ, ദെൻ വരുന്ന സമയത്ത് സിഗോട്ടീൻ, ദെൻ പാച്ചിറ്റീൻ, സൈഗോട്ടീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡയാക്ടിനിസിസ്. ഇങ്ങനെ ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. ഫസ്റ്റ് ലെപ്റ്റോട്ടീൻ ആണ് വരുന്നത്, ദെൻ വരുന്നത് D ഓപ്ഷൻ സൈഗോട്ടീൻ ഫസ്റ്റ് വരുന്നു, സെക്കൻഡ് വരുന്നു, തേർഡ് ആയിട്ട് വരുന്നത് പാച്ചിറ്റീൻ ആണ്, ദെൻ ഫോർത്ത് ഡൈപ്ലോട്ടീൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡയാക്ടിനിസിസ്. ലാസ്റ്റ് വൺ ആയിട്ട് ഡയാക്ടിനിസിസ് വരുന്നു. ഓപ്ഷൻ D ആണ് റൈറ്റ് ആൻസർ. ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ, ഈ ഒരു കുറച്ച് സമയത്ത് ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 2024 നടന്നിട്ടുള്ള BEdന്റെ എൻട്രൻസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് അത് പഠിക്കുക. അതുപോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓരോന്നും സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സീറ്റ് സുരക്ഷിതമാക്കാൻ പറ്റും. അപ്പം ഇനിയും മാക്സിമം ക്വസ്റ്റ്യൻസ് കണ്ടെത്തുകയും അതിനെ വർക്ക്ഔട്ട് ചെയ്ത് കൂടുതൽ എക്സാമിനോട് അടുക്കുകയും ചെയ്യാൻ വേണ്ടി മാത്രം വിഷയത്തിൽ ഞാൻ എന്റെ ക്ലാസ്സുകൾ